ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിൽക്കി കോട്ട സാരിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് സെൽഫായിട്ട് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്, അതുപോലെ ഹാഫായിട്ടും ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്, അതുപോലെ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. അതുപോലെ ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1895 വരിക. ബോഡി പാർട്ടിൽ ഇങ്ങനെ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ എംബ്രോയിഡറി വർക്ക് വരുന്നു. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനും പ്രോബ്ലം ഇല്ല. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, നല്ല ഒതുങ്ങി കിടക്കും, പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയലും അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ടും ഈ എംബ്രോയിഡറി വർക്ക് വരുന്ന കാരണം അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആകുന്നുമില്ല. പിന്നെ ഇതിങ്ങോട്ട് വരുമ്പോൾ ഹാഫായിട്ടാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരിക. വിത്ത് ബ്ലൗസാണ്, ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. റേറ്റ് വരുന്നത് 1895 ആണ്. പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിരിക്കുന്നു. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും. റേറ്റ് വരുന്നത് 1895 ആണ്. പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാം സെയിം തന്നെ, കളറ് മാത്രം മാറ്റുള്ളൂ. സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ വിത്ത് ബ്ലൗസാണ്, ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1895 ആണ്. ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നു. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.